കാർഷിക പ്രശ്നങ്ങൾ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെ മണ്ഡലം പിടിക്കാൻ ഇറക്കിയിരിക്കുകയാണ് LDF. രമ്യ ഹരിദാസാണ് സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയും. പ്രൊഫസർ TN സരസുവാണ് BJPയുടെ സ്ഥാനാർത്ഥി. ആലത്തൂരിലെ ഇരട്ടക്കുളത്ത് നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിലേക്ക് താങ്കൾക്കും സ്വാഗതം. ശ്യാംകുമാർ, ആലത്തൂർ അക്ഷരാർത്ഥത്തിൽ ഒരു അടർക്കളമാണ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ആലത്തൂരിൽ ഈ അവസാനഘട്ട ചൂടിലേക്ക് സ്ഥാനാർത്ഥികളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ റോഡ് ഷോ ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആളുകളെയൊക്കെ കാണുകയാണ്. ഇപ്പോൾ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ഇവിടെ ഈ പരിസരത്ത് തന്നെ പല ആളുകളെയും കണ്ടു മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും പ്രചരണം ആരംഭിക്കുന്നത് ചിറ്റൂരിൽ നിന്നാണ്. പിന്നീട് റോഡ് ഷോകളായി ഈ പ്രചരണങ്ങളെല്ലാം വിവിധ മണ്ഡലങ്ങളിലേക്ക്. കഴിഞ്ഞ തവണ ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കൊട്ടിക്കലാശം 3 മുന്നണികളും കേന്ദ്രീകരിക്കുന്നത്. ഈ പാലക്കാടുള്ള വടക്കഞ്ചേരിയിൽ കോൺഗ്രസിൻ്റെ രമ്യ ഹരിദാസിൻ്റെ കൊട്ടിക്കലാശം വൈകുന്നേരം നടക്കും. ചിറ്റൂരിൽ നിന്ന് റോഡ് ഷോയായി ആരംഭിച്ച് അത് ഇവിടെ എത്തിച്ചേരും. രാധാകൃഷ്ണൻ്റേത് വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ് നടക്കുക. ഡോക്ടർ TN സരസുവിൻ്റേത് ചിറ്റൂർ മണ്ഡലത്തിൽ തന്നെ കൊട്ടിക്കലാശം നടക്കും. എല്ലാവരും റോഡ് ഷോകളിലാണ് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് തമിഴ്നാട് അതിർത്തി മുതൽ തുടങ്ങി അങ്ങ് തൃശ്ശൂർ വരെ നീളുന്ന റോഡ് ഷോകളാണ് ഇവരെ ഓരോരുത്തരും ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും കാർഷിക പ്രശ്നങ്ങളും കർഷകരും സ്ത്രീകളും വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാകും ഈ കാർഷിക പ്രശ്നങ്ങളിലൊക്കെ കർഷകർ ഉൾപ്പെടെയുള്ളവർ വിധി എഴുതുക എന്നുള്ളത്. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ അവസാന സമയവും ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ശ്യാംകുമാർ ആലത്തൂരിൽ നിന്ന്.